ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇവരെ രണ്ടാം പെണ്ണ് കെട്ടിയോന്റെ സ്ഥിതിയാ. ഇവരെ സ്വഭാവത ഒപ്പം കൂടുമ്പോ ഇവരെ സ്വന്തമാണ്. തലാക്ക് പിരിച്ച ഓക്കില്ലാത്ത കുറ്റൊന്നും ഉണ്ടാവില്ല. ഈ സ്വഭാവമാണ് ഇവർക്ക്. പിന്നെ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്, നിങ്ങൾ ഔദാര്യമല്ല. ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? ചോദ്യം ആർഷയോടാണ്. നിങ്ങൾ വാചകാടിസ്ഥാനത്തിൽ കുറെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. തിരുവമ്പാടി ബൈ ഇലക്ഷൻ നടന്നു മുൻപ്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, മുസ്ലിം സംഘടനകളുടെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. AP സുന്നികൾ, അതുപോലെ തന്നെ PDP, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് വ്യക്തമായി പറയുന്നു. വെൽഫെയർ പാർട്ടി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത് ഉത്തരം പറ. അത് 2019 വരെ അങ്ങോട്ട് സഹായിച്ചോണ്ടല്ലോ ചേട്ടാ. 2019 വരെ വെൽഫെയർ പാർട്ടിയുടെ PDP-യുടെ ഒക്കെ സഹായങ്ങൾ നിങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, സഹായം ചോദിച്ചിട്ടുണ്ട്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വ്യക്തമായിട്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ സഹായം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അന്ന് നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ മാത്രം അതിനെ നിഷേധിക്കാൻ ശരിയല്ല. ഇപ്പം വെൽഫെയർ പാർട്ടി സഹായിക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് അവർ അശുദ്ധരും അന്ന് നിങ്ങൾക്ക് വിശുദ്ധരും ആവുന്നത് അത് ശരിയായ നിലപാടല്ല. ഇവര് എപ്പോഴും രാഷ്ട്രീയം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവരുന്ന എന്താണ്, എന്ത് ഈ മതപരമായ ചർച്ചകൾ ഇടുക. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? 9 വർഷക്കാലമായി ഇവിടെ ഭരിക്കുന്നത്. ഇവരിവിടെ വികസനത്തെ കുറിച്ച് എന്താ പറയാത്ത? ഇവര് പറഞ്ഞു ഞങ്ങളുടെ കാലഘട്ടത്തിൽ വിലക്കയറ്റം ഉണ്ടാവില്ലാന്ന്. ഇന്ന് മാവേലി സ്റ്റോറിൽ എന്താ അരിന്റെ വില? രണ്ടാമത് കെട്ടുന്ന നികുതി, അതുപോലെ കുട്ടികളുടെ സ്കോളർഷിപ്പ് നിർത്തലാക്കി. ചർച്ചയാണ്. ഞാൻ പറയട്ടെ, ഇതൊക്കെ നിർത്തലാക്കിയ ഇവര് പൊതുവായ വിഷയങ്ങൾ പറയാതെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഇവര് ജനങ്ങളെ മതം പറഞ്ഞ് കണ്ണിൽ പൊടിയിട്ടിട്ട് ഈ നിലമ്പൂരിൽ വോട്ട് നേടാന്ന് എന്താ കരുതണ്ട. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 9 വർഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം ജനങ്ങളോട് സംബന്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനിടയിൽ സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വർഗീയ സംഘങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിലയുറപ്പിക്കുന്നത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ, വോട്ടർമാർ വിലയിരുത്തട്ടെ. പെൻഷൻ അത് അന്ന് KC വേണുപോലും പറഞ്ഞല്ലോ, പെൻഷൻ അതുവരെ പിടിച്ചു നിർത്തിയിട്ട് കൊടുക്കുക, കുടിശ്ശികയായിട്ട് കൊടുക്കുക, എന്നിട്ട് അതൊരു കൈക്കൂലി പോലെ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല, അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് KC വേണുഗോപാൽ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം 44,000-ഓളം വരുന്ന പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ ആകെ കൈക്കൂലിക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത് ആണോ? ഭയങ്കര. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ക്ഷേമ പെൻഷന്റെ ചരിത്രം എങ്ങനെയായിരുന്നു? UDF-ന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. LDF ഗവൺമെന്റ് അത് വർദ്ധിപ്പിക്കാൻ തയ്യാറായതിനെ സംബന്ധിച്ച് അത് ജനങ്ങൾക്ക് ഗുണകരമായ വിധം ലഭ്യമാക്കുന്നതിന് ഇടപെടൽ നടത്തിയതിനെ കുറിച്ചൊക്കെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ച് 2,500 രൂപ നൽകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10ാമത്തെ വർഷത്തിലേക്ക് കിടക്കണേ. എവിടെ ഉണ്ടായിരുന്ന 1,600 ആക്കാൻ ഇടതുപക്ഷത്തിന് അറിയുമെങ്കിൽ നിങ്ങൾ വെറുതെ കാവണ്ടി പറയരുത്. നിങ്ങളെ 3 മാസം UDF സർക്കാർ പെൻഡിങ് വെച്ചത്, നിങ്ങൾ 18 മാസം പെൻഡിങ് വെച്ചതാണ്. പച്ചക്കളവ് പറഞ്ഞ് ഈ പാവപ്പെട്ടവർ 50 രൂപയല്ല നിങ്ങൾ ഒരു ദിവസം കൊടുക്കുന്നത്. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. നിങ്ങളെ 3 മാസം UDF സർക്കാർ പെൻഡിങ് വെച്ചത്, നിങ്ങൾ 18 മാസം പെൻഡിങ് വെച്ചതാണ്. പച്ചക്കളവ് പറഞ്ഞ് ഈ പാവപ്പെട്ടവർ 50 രൂപയല്ല നിങ്ങൾ ഒരു ദിവസം കൊടുക്കുന്നത്. പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് 18 മാസം നിങ്ങൾ പെൻഷൻ കുടിശ്ശികയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിനകത്തൊരു തർക്കമല്ല. ആ 18 മാസത്തെ കുടിശ്ശിക 18 മാസത്തെ
പ്രയാസമല്ല. ആ 18 മാസത്തെ കുടിശ്ശിക ഈ നാട്ടിലെ മനുഷ്യർക്ക് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിലൊരു തർക്കമില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. 2016 നിങ്ങൾ കൊടുക്കുന്ന പെൻഷന്റെ മൂല്യവും ഇന്ന് വിലക്കയറ്റം സംഭവിച്ചതിന്റെ മൂല്യവും 30 രൂപ വിലക്കയറ്റം 1 കിലോ അരിക്ക് വന്നിട്ട് നിങ്ങൾ കൊടുത്ത പെൻഷന്റെ വില പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമല്ല. പിന്നെ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്, നിങ്ങൾ ഔദാര്യമല്ല. പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്, നിങ്ങൾ ഔദാര്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ പെൻഷൻ കൊണ്ടുവന്നത് UDF ഗവൺമെന്റ് ആണ്. ഈ തുടക്കം മുതൽ അത് കൊണ്ടുവന്ന് ഇവിടെ വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഭായിമാരായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. VP സിംഗിന്റെ കാര്യം പറഞ്ഞു. BJP-കാരം എങ്ങനെ നിങ്ങൾ തോളിൽ പിടിച്ച് ബിസ്ക്കറ്റും നണ്ടി നിന്നത് അവിടെ? 197 സീറ്റുള്ള കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് 143 സീറ്റുള്ള ജനതാദളിനെ കൂട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ 33 സീറ്റുള്ള CPM-ഉം 12 സീറ്റുള്ള CPI കൂടിയിട്ട് ഭരണം നടത്തി ഇല്ലേ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഈ രാജ്യത്തെ ആ വർഗീയത ഇപ്പോഴും കാണുന്നുണ്ട്. നിങ്ങളാണ് വർഗീയത്തിന്റെ തുടക്കം കുറിച്ചത്. ഈ പഞ്ചായത്തിൽ ഒരു മെമ്പർ നിങ്ങളാണ്. ഇസ്ലാമിന്റെ മെമ്പർ സൃഷ്ടിച്ചാൽ നിങ്ങളാണ്. അറിയില്ലെങ്കിൽ നിങ്ങളെ നേതാക്കൾ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണം വിൽക്കാൻ പോണു. ഇവരെ രണ്ടാം പെണ്ണ് കെട്ടിയോന്റെ സ്ഥിതിയാ. ഇവരെ സ്വഭാവം ഒപ്പം കൂടുമ്പോ ഇവരെ സ്വന്തമാണ്. തലാക്ക് പിരിച്ചാ ഓക്കില്ലാത്ത കുറ്റൊന്നും ഉണ്ടാവില്ല. ഈ സ്വഭാവമാണ് ഇവർക്ക്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇവരെ രണ്ടാം പെണ്ണ് കെട്ടിയോന്റെ സ്ഥിതിയാ. ഇവരെ സ്വഭാവം ഒപ്പം കൂടുമ്പോ ഇവരെ സ്വന്തമാണ്. തലാക്ക് പിരിച്ചാ ഓക്കില്ലാത്ത കുറ്റൊന്നും ഉണ്ടാവില്ല. ഈ സ്വഭാവമാണ് ഇവർക്ക്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഞങ്ങളെ ഈ നാട്ടിലെ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങള് ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ എന്ന് തന്നെ കണ്ടുകൊണ്ട് കൃത്യതയോടുകൂടി ജനങ്ങൾക്ക് ലഭ്യമാകണം എന്ന നിലപാടെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. 1980 ഈ നാട്ടിലെ കർഷക തൊഴിലാളിക്ക് പെൻഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി EK നായനാർ ഗവൺമെന്റ് ഇടപെടൽ നടത്തിയപ്പോ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമവും ഇല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.